നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കെ.എം. മാണിയുടെ മരണവാർത്തയോടൊപ്പം കൊടുത്തത് എം.എം. മണിയുടെ ഫോട്ടോ. തെറ്റുപിടഞ്ഞതോ ഹിന്ദി ദിനപത്രത്തിനും. കഴിഞ്ഞ ദിവസം അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാനായ കെ.എം. മാണിയുടെ മരണവാർത്ത കൊടുത്താണ് ഒരു ഹിന്ദി ദിനപത്രം വെട്ടിലായത്. കെ.എം. മാണി അന്തരിച്ച വാർത്തയ്ക്ക് പത്രം കൊടുത്തിരിക്കുന്നത് വൈദ്യുത മന്ത്രിയായ എം.എം. മണിയുടെ ചിത്രമാണ്. കേരളത്തിന്റെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം. മണി അന്തരിച്ചു എന്നാണ് ഫോട്ടോ അടക്കമുള്ള വാർത്ത. പേരിലുള്ള സാമ്യമായിരിക്കാം പത്രത്തിന് ഇത്തരത്തിൽ അമളി വരുത്തിയത്. എന്തായാലും പത്രത്തിന് പിണഞ്ഞ തെറ്റ് വളരെ ഗുരുതരം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയും എം.എൽ.എയുമായ കെ.എം. മാണി കേരള കോൺഗ്രസ് എം ചെയർമാനും ലീഡറുമായിരുന്നു. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ പല തലത്തിൽ നിർണായകമായി സ്വാധീനിച്ച രാഷ്ട്രീയ ജീവിതത്തിനുടമയായ മാണിയുടെ മരണവാർത്ത ദേശീയ തലത്തിൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നിരുന്നു. എന്നാൽ ഈ ഹിന്ദി ദിനപത്രത്തിന് പറ്റിയ ഗുരുതരമായ അബദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു കെ.എം. മാണിയുടെ അന്ത്യം. രോഗത്തെ തുടർന്ന് തീർത്തും അവശനിലയിലായ അവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തസമ്മർദ്ദവും നാഡീമിടിപ്പും താഴ്ന്ന് അതീവ ഗുരുതരാവസ്ഥയിലായെങ്കിലും പിന്നീട് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായി. എന്നാൽ പിന്നീട് രക്തസമ്മർദ്ദം ക്രമാതീതമായി താഴ്ന്നതിനെ തുടർന്ന് കോട്ടയത്ത് പ്രചാരണത്തിലായിരുന്ന മകൻ ജോസ് കെ മാണിയോട് ഉടൻ ആശുപത്രിയിലെത്താൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നേ ദിവസം വൈകിട്ടോടെയായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ നിർദ്ദിഷ്ട തീയതിയിൽ ഒരുമിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ഫിനാൻസ് ബിൽ സമ്പ്രദായം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് കെ.എം. മാണിയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ഭാര്യ പിതാവ് ഗിർധാരിലാൽ 20 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് കെ.എം. മാണിയാണ്. നിയമസഭാ ലൈബ്രറിയിലെ റഫറൻസ് സംവിധാനം ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിച്ചതും മാണി തന്നെ. ഓരോ വിഷയവും ആഴത്തിൽ പഠിച്ചായിരുന്നു മാണിയുടെ പ്രസംഗം. നിരവധി പിളർപ്പുകൾ അഭിമുഖീകരിച്ച് കേരള കോൺഗ്രസ് 55 വർഷമായി കേരള രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. കോൺഗ്രസിലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആകേണ്ട ആളായിരുന്നു അദ്ദേഹം. എന്നാൽ കേരള കോൺഗ്രസ് നയിച്ച കെ.എം. മാണി ദീർഘകാലം ധനമന്ത്രി എന്ന നിലയിൽ തിളങ്ങി. ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, ജലവിഭവ മന്ത്രി എന്നീ നിലകളിലും മാണി ശോഭിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.